എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീനും മാങ്ങായും. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം കേട്ടോ. ബാ, ആദ്യം സ്റ്റൗ കത്തിച്ചിട്ട് ചെമ്മീൻ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പും. ഒത്തിരി ഉപ്പൊന്നും പറ്റിയ വാരിക്കോരി ഇടരുതേ. ആദ്യം കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക, എന്നിട്ട് വേകാൻ വെക്കുക. ഒന്ന് രണ്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി കീറിയത്, കറിവേപ്പില, ഇഞ്ചി ഇതും കൂടെ ചേർക്കണേ. പിന്നെ ആ കൂടെ കുറച്ച് മുരിങ്ങക്കായും. ഇനി അടച്ചു വെച്ച് വേവിക്കുക. ശകലം തുറന്നു വെച്ച് വേണം വേവിക്കാനേ, അല്ലെങ്കിൽ ഇത് എല്ലാം കൂടെ തിളച്ച് അടുപ്പിൽ ചാടും. നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ചേർത്തതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നേ, അപ്പം ഞാൻ ഒന്നുകൂടെ ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് ചെമ്മീൻ നന്നായിട്ട് വെന്തതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുക്കാം. 2 ചെറിയ നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ ചെമ്മീനും മങ്ങയും മുരിങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ പറയാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും, ഒരു വെളുത്തുള്ളി. ഇത്രയും അരച്ചിട്ട് ആ കറിക്കകത്തേക്ക് ഒഴിക്കുക. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ കുറച്ച്, ഒരുപാട് വെള്ളം ഒന്നും കോരി ഒഴിക്കരുത്, കുറച്ച് വെള്ളം ചേർത്താൽ മതി. കറി ഒരു കുറുകിയ പരുവത്തിനായി കിട്ടും. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ഇനി ആ ചൂടിലിരുന്ന് അവിടെ ഇരിക്കട്ടെ. ഇനി കടുക് പൊട്ടിക്കാനുള്ള പരിപാടി നോക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു പാൻ എടുപ്പത്ത് വെച്ച് ആ പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, ചെറിയ ഉള്ളി, വറ്റൽ മുളക്, കറിവേപ്പില എന്നിവയിട്ട് മൂപ്പിച്ച് കറിക്കകത്തേക്ക് ഒഴിക്കുക. കറി റെഡി. ബാക്കി ഞാൻ ഫൈനൽ സ്റ്റേജ് അവസാനം കാണിച്ചു തരാം കേട്ടോ.
കടുക് പൊട്ടിച്ചിടുമ്പോൾ ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അടപ്പ് വെച്ച് അങ്ങോട്ട് കറി അടയ്ക്കണം, അല്ലെങ്കിൽ ആ കടുക് പൊട്ടിച്ചതിന്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറി ഇളക്കാനൊന്നും നിൽക്കരുത്, അത് അപ്പം തന്നെ അങ്ങ് അടച്ചു വെക്കണം. അതിനുശേഷം വേണം കറി നന്നായിട്ട് ഇളക്കാൻ. ഇപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കണേ. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കറിക്ക് ഉപ്പെല്ലാം കറക്റ്റ് പാകമായിരുന്നു, ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാം, എൻ്റെ കറക്റ്റായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ കറി എല്ലാം റെഡിയായി. ഇനി ഞാൻ അടുത്തൊരു പുതിയ വീഡിയോയുമായി ഉടനെ വരും. ഓക്കെ, ബൈ.